2025 ജൂൺ 10 നമ്മുടെ ഊർജ്ജ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മിസ്റ്റർ മനോഹർ ലാല് അദ്ദേഹം ഒരു പോളിസി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ എ സിയുടെ ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ് ആ പോളിസി. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എ സിയുടെ ടെമ്പറേച്ചർ ഇനി മുതൽ നമുക്ക് 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ പോളിസി പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ പോളിസി എന്താണ്, ആർക്കൊക്കെയാണ് ഈ പോളിസി ബാധകമായിട്ട് വരിക, ഈ പോളിസി നിലവിൽ എ സി ഉപയോഗിക്കുന്നവരെ എങ്ങനെ ബാധിക്കും എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഈ പോളിസി അടുത്ത 6 മാസത്തിനുള്ളിൽ നിലവിൽ വരുമെന്നാണ് വിചാരിക്കുന്നത്. പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊർജ്ജം ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. നമുക്കറിയാലോ, ചൂട് കാലത്തൊക്കെ എ സി ഒരു അവിഭാജ്യ ഘടകമായിട്ട് പലർക്കും മാറിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ എ സിയുടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 24 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്ത് ഉപയോഗിച്ചാണ് ഏറ്റവും നമുക്ക് ഊർജ്ജം സേവ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുക. പക്ഷെ പലരും ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ 17 ഡിഗ്രി 18 ഡിഗ്രി ഒക്കെ ആണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അത് ഓവർ എനർജി യൂസേജ് ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഹെൽത്തിനും അത് മോശമായിട്ട് ബാധിക്കും. അതോടൊപ്പം തന്നെ പല കണ്ടീഷൻസും CO2 എമിഷൻ ഒക്കെ വരും. അതായത് കൂടുതൽ എനർജി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഫോസിൽ ഫ്യൂവൽ അവിടെ ബേൺ ചെയ്യും. അങ്ങനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എൻവിറോൺമെന്റിനെ അത് ബാധിക്കും, പരിസ്ഥിതിയെ അത് ബാധിക്കും. അപ്പം ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. അതായത് മെയിൻ ആയിട്ട് ലോഡ് കുറക്കുക, നാഷണൽ ഗ്രിഡിൽ വരുന്ന ടോട്ടൽ വൈദ്യുതി ഉപയോഗത്തിന്റെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. സർക്കാർ പറയുന്നത് അടുത്തൊരു 3 വർഷം കൊണ്ട് 20,000 കോടി രൂപയുടെ സേവിങ്സ് ആണ് ഇതിൽ നിന്നുണ്ടാവാൻ പോകുന്നത്. മാത്രമല്ല 3 GW കറന്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും എന്നതും കൂടിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴും 6% കറന്റ് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കാം. അത് ഇത്രയും പേര് ഉപയോഗിക്കുമ്പോൾ ഒരു ഹ്യൂജ് ലോഡ് കറന്റാണ് ആ സമയത്ത് ചെലവാകുന്നത്. അപ്പൊ അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എൻവയോൺമെന്റൽ എഫക്റ്റും അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ ഹെൽത്തിനെയും കൂടി അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരിക്കലും 17 ഡിഗ്രിയോ 18 ഡിഗ്രിയോ ഇന്ത്യൻ കാലാവസ്ഥയിൽ നമുക്ക് ആവശ്യമില്ല. നമ്മളത് ഏറ്റവും കുറച്ച് വെച്ചിട്ട് അതിന് മുകളിൽ ബ്ലാങ്കറ്റ് ഇട്ട് കടന്നുറങ്ങുമ്പോൾ അതിന്റെ ആവശ്യം സത്യം പറഞ്ഞില്ല. നമുക്കൊരു 24 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്താണ് ഏറ്റവും എനർജി എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. ഇത് നമ്മുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ ഈ ഒരു നിയമ പോളിസി വന്നു കഴിഞ്ഞാൽ നമ്മളത് ഫോളോ ചെയ്യേണ്ടി വരും. പിന്നെ പ്രധാനമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സംശയം, ഇത് നിലവിൽ ഉപയോഗിക്കുന്ന എ സിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. നിലവിൽ ഉപയോഗിക്കുന്ന എ സി അത് ബാധിക്കില്ല. പക്ഷേ ഇൻവെർട്ടർ എ സികൾ, ചില ഫേംവെയർ അപ്ഡേറ്റ് വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്ന എ സികൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ അപ്ഡേറ്റ് വന്നേക്കാം. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യുന്നത് ചിലപ്പോൾ പുതിയ ഫേംവെയറിൽ നമുക്കത് ചെയ്യാൻ പറ്റാതെയായി വന്നേക്കാം. ഇനിയിപ്പോൾ പോളിസി നിലവിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കമ്പനീസിനും ഒരു ടൈം പീരീഡ് കൊടുക്കും. എത്ര സമയത്തിനുള്ളിൽ ഇനി വരുന്ന എ സി ഒക്കെ ഈ ഒരു സെറ്റിംഗിലാണ് വരേണ്ടതെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻവെർട്ടർ എ സികളിൽ ഫേംവെയർ അപ്ഡേറ്റ് വരുന്ന എ സികളിലാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സെറ്റിംഗ്സ് വെച്ചിട്ടുള്ള ഒരു ഫേംവെയർ വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ആസ് എ സിവിൽ എഞ്ചിനീയറിംഗ് യൂട്യൂബ് ചാനൽ നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നാച്ചുറലി വെന്റിലേഷൻ കൊടുക്കുക, നാച്ചുറലി എയർ പാസ് ചെയ്യാനുള്ള വഴികൾ ഒരുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ സസ്റ്റൈനബിളി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എ സി നമ്മുടെ ഒക്കെ ഒരു ഹോം ഇലക്ട്രോണിക്സിൽ ഒരുപാട് പേരുടെ ചോയ്സ് തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അതൊരു ആവശ്യ ഘടകമാണെന്ന് വെച്ചാൽ പലപ്പോഴും അല്ല. എങ്കിൽ പോലും എ സി ലക്ഷൂറിയസ് ആയിട്ടും അല്ലാതെയും ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം എല്ലാവർക്കും ഈ പോളിസിയെ സംബന്ധിച്ച് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്താണ് ഈ പോളിസിയെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങൾ എന്താണ് ഈ പോളിസിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ വെഞ്ചർ ഡിസൈൻസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.